ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡേ 7. നമ്മൾ ഡേ 7 എത്തിയിരിക്കുന്നു. ഇത് രാവിലെ തന്നെ ഞാൻ എണീക്കുവാണ്. എനിക്ക് തിരിച്ച് ട്രാവൽ ചെയ്യാനുള്ള കാരണം രാവിലെ ഇപ്പോൾ സമയം 5:15 എന്തോ ആയി, 5 മണി കഴിഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. അപ്പോൾ ഇന്നും ട്രാവലിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല ട്രാവലിംഗ് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വന്നു കേട്ടോ. അപ്പം പോയിട്ട് എന്തെങ്കിലും കഴിക്കുമോയെന്നറിയാം. കഴിക്കത്തുണ്ടാവില്ല, മിക്കവാറും കഴിക്കാനാണ് മിക്ക സമയത്തും പോവാറ്. കാരണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. ബസ്സിൽ കയറുന്ന സമയത്ത് വാഷ്റൂം പോകാൻ തോന്നുന്നു. അപ്പോഴത്തേക്കും പക്ഷെ എന്തെങ്കിലും ചിലപ്പോൾ പോയി കഴിക്കുമെന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും കാരണം ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നമ്മൾ കഴിച്ചായിരുന്നു പേടി ബട്ടറും ബ്രെഡ് ഓർമ്മയില്ലേ. അപ്പോഴത്തേക്കും ഞാൻ താഴെ പോയി നോക്കട്ടെ എന്തെങ്കിലും വേണോ നോക്കട്ടെ പോയിട്ട്. ഓക്കെ. അപ്പം അല്ലാണ്ട് ഞാൻ ഫുഡ് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം നമ്മൾ ബസ്സിലായിരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്തെടുക്കുക. ചപ്പാത്തിയും മുട്ടയായിരിക്കും എടുക്കേണ്ടാവാൻ മിക്കവാറും. അത് ഉച്ചയാകുമ്പോഴത്തേക്കും അവിടെ എത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം. അപ്പോൾ ഏതായാലും ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഞാൻ ത്രൂ ഔട്ട് ബസ്സിൽ ഉറക്കമായിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ ഉറക്കമായിരുന്നു. ഒരു 6-7 മണിക്കൂർ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം. അതുകൊണ്ട് വീഡിയോ പോയിട്ട് എനിക്ക് കണ്ണ് തുറന്നിങ്ങനെ നിൽക്കാൻ തന്നെ പറ്റില്ല, അത്ര ഉറക്കമായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം അടുത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ എടുത്തിട്ട് ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഓക്കടാണെന്ന് നടത്തിയിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചപ്പാത്തിയും മുട്ടയും കഴിച്ചു. അപ്ഡേറ്റാണ് കേട്ടോ. കഴിച്ചു. എന്നിട്ട് പിന്നെ ബസ്സിൽ കയറി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായപ്പോഴത്തേക്കും പിന്നെ ഒരു മുട്ടയും ഒരു ചപ്പാത്തി മുട്ടയും ഇങ്ങനെ റോൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോഴത്തേക്കും അതെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കഴിച്ചില്ല. വെള്ളം കുടിക്കാൻ എനിക്ക് പേടിയായിരുന്നു, വാഷ്റൂം മുട്ടുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചില്ല. ഇപ്പം ജസ്റ്റ് വീട്ടിലെത്തി. ഇനി ഒരു ചപ്പാത്തി മുട്ടയുടെ ബാക്കിയുണ്ട്, അത് കഴിക്കാനുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും കഴിക്കണമെന്ന് ഞാൻ ആലോചിക്കുവാണ്. സ്റ്റിൽ തിങ്കിങ് കഴിക്കണമെന്ന്. അപ്പോൾ എന്തായാലും ജേണിയൊക്കെ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഉറക്കമായിരുന്നു ഫുള്ള്. എൻ്റെ ഇയർഫോൺസ് ആണെങ്കിൽ ഞാൻ മറന്നുപോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പാട്ട് കേൾക്കാനുള്ള വക പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഉറങ്ങുന്നു, എണീക്കുന്നു, കണ്ണ് തുറക്കുന്ന സമയത്ത് എവിടേക്കൊക്കെ എത്തുന്നു, ശരി കണ്ണുറക്കുന്നു. പിന്നെ ഇതന്നെയായിരുന്നു പരിപാടി. അപ്പോൾ എന്തായാലും ഞാൻ ഓടിപ്പോയിട്ട് ലഞ്ച് എന്തെങ്കിലും കഴിക്കട്ടെ. ഈ സംഭവം തന്നെ ചപ്പാത്തി മുട്ട കഴിക്കുന്നുണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ നോക്കട്ടെ. കുടിച്ചില്ല എന്ന് വേണ്ട, വെള്ളം കുടിക്കണം. ബാത്റൂം അല്ലല്ലോ, ബാത്റൂമോ? ഞാൻ ബസ്സിലായിരുന്ന സമയത്ത് കുടിക്കാൻ പറ്റാത്തതിൻ്റെ ഇതാണ്. ഓക്കെ. ആ കാണുന്ന വാല് കണ്ടോ? അവിടെ ഒരു തലയും കൂടെ ഉണ്ട്. വാല് മാത്രമല്ല, ഒരു തലയും കൂടെ ഉണ്ട് സൈഡിൽ. കണ്ടോ? എൻ്റെ ദൈവമേ, സുന്ദരനായിട്ടിരിക്കുവാണല്ലോ. സുന്ദരാന്ന് വിളിക്കുമ്പോൾ വാലാട്ടോ. നോക്കിക്കോ. സുന്ദരാ ചുക്കടു വാലട്ടാ. സുന്ദരാ യൂഷ്വലി വാലാട്ടൊന്നും വായനകരത്തില്ല. ഇന്നെന്താ വാലാട്ടാ ഞാൻ. ഓക്കെ, സാരമില്ല. അപ്പോൾ വെള്ളം കുടിക്കുന്നു. ഞാൻ എന്നിട്ട് പോയി കഴിക്കട്ടെ. സോറ് അതിൻ്റെ ഇടയിൽ കൂടെ കയറിയോ? ഓ, അതിൻ്റെ ഇടയിൽ കൂടെ വേണ്ട. ഓക്കെ. റോൾ ചെയ്ത് തന്നായിരുന്നു. ഞാൻ വീട്ടിലെത്തി. ഇന്ന് ഞാൻ പിന്നെയും 2018 ഒന്ന് ചെറുതായിട്ട് കാണാൻ പോയി. ഞാൻ ഒന്നുകൂടെ ടോയോനെ കാണാൻ പോയിട്ട് ടോയോ മരിക്കുന്നുണ്ട്. പിന്നെയും കരഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പം തിയേറ്ററിലായതുകൊണ്ട് തന്നെ നമ്മൾ സ്നാക്കായിട്ട് കഴിച്ചത് കോണാണ്. പോപ്കോൺ അല്ല, പോപ്കോൺ നല്ലതാണ്, കഴിക്കുന്നതിന് കുഴപ്പമില്ല. ക്യാരറ്റ് പോപ്കോൺ കഴിക്കാം, പക്ഷെ അത് മധുരമുള്ള കാരണം കുറച്ച് കുറവ് കഴിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കോണാണ് കഴിച്ചത്. പോപ്കോൺ അല്ല, നോർമൽ കോണാണ് കാണിച്ചത്, ഞാൻ കാണിച്ച പോലെ തന്നെ. അത് ഇനിയിപ്പോൾ വീട്ടിലേക്ക് വന്നു. ഇനി രാത്രി എന്താ കഴിക്കേണ്ടത് നോക്കണം. ഞാൻ അപ്പത്തേക്കൊന്ന് പോയി ഫ്രഷായി കുളിച്ചിട്ടൊക്കെ തിരിച്ച് വരട്ടെ എന്നാണ് ഓർത്തേക്കണത്. അപ്പം ഞാൻ ആ പരിപാടി ചെയ്യട്ടെ.
അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞു, അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ഡേ അവസാനിക്കുകയാണ്. ഡേ 7 ആയിരുന്നു. ദാറ്റ് മീൻസ് 1 വീക്കായി നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചലഞ്ച് തുടങ്ങിയിട്ട്. അപ്പം നാളെ നമ്മൾ വെയിറ്റ് നോക്കും. രാവിലെ വെയിറ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, എന്തെങ്കിലും ഡിഫറൻസ് എന്താണോ വന്നേക്കുന്നതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ യൂഷ്വൽ റിച്വലായി ടിക്കിങ്ങിലേക്ക് പോകും. എന്തായാലും ഗുഡ് നൈറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക് യു. ബൈ.